നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്. പൊട്ടാറ്റോ ചീസ് ബോൾസ് എന്നാണ് ഇതിൻ്റെ പേര് പോലെ തന്നെ പൊട്ടാറ്റോയും ചീസും വെച്ചിട്ടാണ് മെയിനായിട്ട് ഇത് റെഡിയാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. വൈകുന്നേരവും അതേപോലെ തന്നെ എപ്പോഴും വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മുടെ പൊട്ടാറ്റോ ചീസ് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങിനെ നന്നായിട്ട് വേവിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് വേവിച്ചതാട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് നമ്മുടെ ബ്രെഡ് ക്രംസ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേശ്ശെ ചേർക്കാം. എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ നനവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലോർ നിർബന്ധമില്ല, ഇഷ്ടമില്ലാത്തവരത് ചേർക്കണ്ട. ഇനി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ അതാണ്. അത് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതും നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കണം. പക്ഷെ ഞാനിപ്പോൾ ഇട്ടിട്ടില്ല, കാരണം അതും കൂടെ ഇടുമ്പോൾ എരിവ് ഒരുപാട് കൂടി പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം മോന് എരിവ് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. കുരുമുളക് പൊടിയും കൂടെ ഇട്ടാൽ ശരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചേർക്കാത്തത്. ഉപ്പ് മാത്രമല്ല, എരിവും എല്ലാം നമ്മൾ ഈ ഒരു ടൈമിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ മെയിനായിട്ടുള്ളൊരു സാധനം ചേർക്കാൻ മറന്നു. ഇത് നമ്മുടെ ഒരിഗാനോയാണ്. പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കില്ലേ, അതാണിത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ചേർക്കണം. ഇനി ഇല്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ചേർത്താൽ ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടുമെന്ന് മാത്രം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ചീസാണ്. ഞാനിപ്പോൾ ഇവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ എടുത്താൽ കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ചീസ് ഏതായാലും കുഴപ്പമില്ല, ഏതായാലും അത് കുറച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ കുഴച്ച് വെച്ച പൊട്ടാറ്റോ അല്ലേ അത് കയ്യിലെടുത്ത് ഇങ്ങനെ ഉരുട്ടിയിട്ട് നല്ലൊരു ബോൾ പരുവത്തിലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പൊട്ടാറ്റോ ഉരുട്ടിയെടുക്കുമ്പോൾ അത് കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അതിൽ നനവുണ്ട് എന്നാണ്. അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടെ ബ്രെഡ് ക്രംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ പൊട്ടാറ്റോൻ്റെ ഇതിനനുസരിച്ച് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിനി ഇതിന് കയ്യിലിട്ട് ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചീസ് വെച്ച് കൊടുക്കാം. ചീസ് വെച്ച് കൊടുത്തിട്ട് നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് ഉരുട്ടി ബോൾ പരുവത്തിലാക്കിയിട്ട് എടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമ്മളിനി ഇതിനെ നല്ല തിളച്ച എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ നന്നായിട്ട് ഉരുകിയിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാകും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചീസൊക്കെ നല്ല മെൽറ്റായിട്ടുണ്ടാകും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതപ്പോൾ ഇതിനെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇത് കംപ്ലീറ്റ് നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ എല്ലാം നമ്മളിതുപോലെ ബോളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു കോട്ടിങ് കൊടുക്കണ്ടേ. അത് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട കുറച്ച് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. മുട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്താണ്. ഇനി ഓരോ ബോൾസ് വീതം നമുക്ക് ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞിട്ട് എടുക്കാം. നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. എല്ലാം ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിനി ഇതിനെ നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അത് കാരണം ഒരുപാട് കുക്കാവാനൊന്നുമില്ല. ഉരുളക്കിഴങ്ങൊക്കെ ഓൾറെഡി നമ്മൾ നന്നായിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ നല്ല ചൂടിലിരുന്നോട്ടെ, കരിഞ്ഞു പോകരുത് കേട്ടോ. അതേപോലെ തന്നെ പതുക്കെ ഇട്ട് കൊടുക്കുക, നല്ല സോഫ്റ്റ് അല്ലേ. എന്നിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. ഞാൻ കുട്ടികളുടെ തന്നെ എടുത്ത് പറയാൻ കാരണം ഈ ഉരുളക്കിഴങ്ങും ചീസും ഒക്കെ കുട്ടികൾക്കല്ലേ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് കേട്ടോ. അല്ലാതെ വലിയവർക്ക് ഇഷ്ടാവില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് പൊട്ടാറ്റോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് ഈ ഒരു കളറിലാട്ടോ വേണ്ടത്. ഇനി ഞാൻ ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് വരികയെന്ന്. ഇത് കണ്ടോ, ഇപ്പോൾ ചീസൊക്കെ നല്ല പോലെ ഇങ്ങനെ വലിഞ്ഞ് വരുന്നത്. ഇങ്ങനെ വേണത് കഴിക്കാൻ. ഇത് ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ ചീസൊക്കെ അത് മെൽറ്റായതൊക്കെ പഴയ പോലെ തന്നെയാവും. അതുകൊണ്ട് നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ചീസൊക്കെ കയ്യിലുണ്ടെങ്കിൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് നാളെ കാണാം.